എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. എന്താണ് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് കുറച്ച് നാളായിട്ട്, അല്ലേ? ഇമ്മ്യൂണിറ്റി ഒരു ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റമാണ്. അത് നമ്മുടെ ശരീരത്തിനെ ഇൻഫെക്ഷൻസിൽ നിന്ന്, ബാക്ടീരിയ, വൈറസ്, ടോക്സിൻസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണിറ്റി. അതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു 24/7, അതായത് 24 മണിക്കൂറും 7 ദിവസവും ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഈ സെക്യൂരിറ്റി ടീമിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഗാർഡ്സ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് സ്കിൻ. അതേപോലെ മ്യൂക്കസ്, സ്റ്റമക് ആസിഡ്, ഇതൊക്കെ എൻട്രി, പല വൈറസിൻ്റെയും എൻട്രിയെ പ്രൊഹിബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന ഒരു ഔട്ടർ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഔട്ടർ ഗാർഡാണ് സ്കിൻ. പിന്നെ നമുക്ക് പട്ടാളക്കാരെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതാണ് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, WBC എന്ന് പറയുന്നത്. അത് ഇൻവേഡേഴ്സായിട്ട് ഉള്ളിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് നിർത്താനുള്ളതാണ് WBC. അതേപോലെ വേറൊരു ഘടകമുണ്ട്, മെമ്മറി ഓഫീസേഴ്സ് കുറച്ചുണ്ട്, ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഒരു കഥ പോലെ മനസ്സിലാക്കുകയാണെങ്കിലോ, ആസ് യൂഷ്വൽ നമ്മൾ പറയണ പോലെ ശരീരം ഒരു രാജ്യമായിട്ട് കണ്ടാൽ നമ്മുടെ ഈ കിങ്ഡം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഗേറ്റുകളുണ്ട്. കാവൽക്കാർ നിൽക്കുന്ന കുറച്ച് ഗേറ്റുകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സ്കിൻ. പിന്നെ ഉള്ളതാണ് നോസ്, മൗത്ത്, അതേപോലെ സ്റ്റമക്ക്. എല്ലാ ദിവസവും ചെറിയ ചെറിയ ബാക്ടീരിയ, വൈറസ്, പല ജേംസുകൾ ഇതിനകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കും. കിങ്ഡത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു പവർഫുൾ ആർമി അവിടെ എപ്പോഴും സജ്ജമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് സ്കിൻ തന്നെയാണ് എപ്പോഴും. പിന്നെ എപ്പോഴും ഈ ശത്രുക്കളെ ചെറുത്തിനും പുറം തള്ളിക്കൊണ്ട് നിൽക്കും. ടിയേഴ്സ്, അതായത് കണ്ണിൽ നിന്നുള്ള ടിയേഴ്സും സലൈവ, വായിലെ സലൈവയും ഇതിനെ വാഷ് ചെയ്ത് കളയാണ്. ഒരിക്കലും അകത്തേക്ക് കയറാൻ സമ്മതിക്കാണ്ട് വാഷ് ചെയ്ത് കളയണം. ആരെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റമക് ആസിഡ് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ സെക്കൻഡ് ലൈൻ ഓഫ് സോൾജേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ WBCs. അകത്തേക്ക് ആരെങ്കിലും ഒക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഈ WBC നല്ല സോൾജേഴ്സിനെ പോലെ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്ത് അവരെ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കളയണം. അങ്ങനെ ഒരു നല്ലൊരു സെക്യൂരിറ്റി ടീമാണ് നമുക്കുള്ളത്. ഈ സ്ട്രോങ് സെക്യൂരിറ്റി ടീം എങ്ങനെയാണ് വീക്കായി പോകുന്നത്? അത് മെയിനായിട്ട് നമ്മുടെ ഉറക്കം കുറയുന്ന സമയത്ത്, സ്ട്രെസ്സ് കൂടുമ്പോൾ, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ കുറവ് വരുമ്പോൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് വരുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സെക്യൂരിറ്റി സിസ്റ്റം എപ്പോഴും വീക്കായി പോകുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് അസുഖം വരില്ല. ഇനി അഥവാ പെട്ടെന്ന് അസുഖം വന്നാൽ തന്നെ അത് വളരെ സിവിയർ ആവില്ല, വളരെ ലൈറ്റായിട്ട് നമുക്ക് ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ച് കലശിലാവാണ്ട് അത് അങ്ങോട്ട് മാറിപ്പോകുള്ളൂ. നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത്, അതേപോലെ നമ്മുടെ ഹോർമോണൽ ഹെൽത്തിനും എല്ലാം ആവശ്യമാണ് ഈ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത്. ഇമ്മ്യൂണിറ്റിക്ക് ഒരു കണക്ഷൻ നമ്മുടെ ഡയബറ്റിസ് ആയിട്ടുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ക്രോണിക് ഇൻഫ്ലമേഷൻസ്, തൈറോയിഡ് ഇംബാലൻസ് എല്ലാം കണക്റ്റഡ് ആണ്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഏജിങ് സ്ലോ ആയിരിക്കും, എനർജിയും നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അതായത് ബെറ്റർ സെൽ റിപ്പയർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഹെൽത്തി സ്കിന്നും ഹെൽത്തി ഓർഗൻസും നമുക്കുണ്ടാവും. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ, ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻ, എല്ലാത്തിനും വളരെ വ്യത്യാസം ഉണ്ടാവും നല്ലൊരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി എന്നുള്ള വാക്ക് അറിഞ്ഞത് തന്നെ കോവിഡ് വന്ന സമയത്തല്ല, അല്ലെ? കോവിഡ് വന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടൊരു കാര്യമാണ്, ചിലർക്ക് അസുഖം വന്നു, ചിലർക്ക് അസുഖം വന്നില്ല. വളരെ ഹെൽത്തിയാണെന്ന് വിചാരിച്ചിരുന്ന പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വന്നു, പല രീതിയിലുള്ള ഓർഗൻ ഡാമേജസ് വന്നു കണ്ടു. അതെന്തുകൊണ്ടിട്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റി ലെവൽ വ്യത്യാസമായിട്ടാണ് നിൽക്കുന്നത്. പല രീതിയിലാണ് ഓരോ ആൾക്കാരും എങ്ങനെയാണ് ഒരു രോഗത്തിനോട് റിയാക്ട് ചെയ്യണേ എന്നുള്ളത് അവരവരുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടിരിക്കും. പല ടൈപ്പ് പകർച്ചവ്യാധി നമ്മുടെ ചുറ്റും വളരെ ഗംഭീരമായിട്ട് ഓടി നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിനെയൊക്കെ ചെറുത്ത് നിർത്താനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടുക. കോവിഡ് വൈറസോ അല്ലെങ്കിൽ ഏതൊരു വൈറസ് എന്ന് വന്നാലും ആ വൈറസിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് ഓരോരുത്തർക്കും വയ്യായ വരുന്നത്. നമുക്ക് അസുഖം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്. നമ്മുടെ ഒരു ഓർഗാൻ ഹെൽത്ത് കുറവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ ഈ വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഓർഗാനെ എഫക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ വൈറസ് വരുമ്പോഴും നമ്മൾ പേടിച്ചിരിക്കുന്നു. പക്ഷേ വൈറസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ ഒരു 5-6 ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 2 പേർക്ക് ഒരാൾക്കോ വരാണ്ടിരിക്കും, ബാക്കി എല്ലാവർക്കും കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം ആ 2 പേരുടെയും ഇമ്മ്യൂണിറ്റി പവർ ചിലപ്പോൾ ഹൈ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് എഫക്റ്റഡ് ആവാണ്ട് വരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടിട്ടാണോ വീക്ക് ആവണേ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ്. അതായത് നല്ലൊരു ഫുഡ് ഹാബിറ്റ് വേണം, നല്ല രീതിയിലുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടണം, സ്ട്രെസ്സ് കുറവായിരിക്കണം, റെഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതായത് ആക്റ്റീവ് ആയിരിക്കണം, സെഡൻറ്ററി ലൈഫ് ആവാൻ പാടില്ല,
സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അറിയണം. അതിന് പഴയ കാലത്തൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് വീടുകളിൽ പല സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ബോഡിയുടെ സപ്പോർട്ടിനായിട്ട് പല രീതിയിൽ ന്യൂട്രിയൻ സപ്പോർട്ട്സ് കൊടുത്തിരുന്നു. അതിൽ ഒന്നാണ് ന്യൂട്രിയൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ചവനപ്രാശം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ അത് ഉണ്ടാക്കുമായിരുന്നു, നമ്മൾ കഴിക്കുമായിരുന്നു. കുറേയധികം നാച്ചുറലായിട്ട് നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേയധികം കോമ്പിനേഷൻസ് ഓഫ് ഹെർബ്സ് ആയിരുന്നു അത്. ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള ചവനപ്രാശങ്ങൾ അവൈലബിൾ ആണെങ്കിലും പലതിനും നമ്മൾ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങൾ കാണാറില്ല, കഴിക്കാൻ ഒട്ടും പറ്റാറില്ല, കുട്ടികളാരും കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 10-30ഓളം ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട്, അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ കണ്ടതിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, അതായത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കേഷനുള്ള, അതായത് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഞാൻ പരിചയപ്പെട്ടതിലാണ് ഓൺ ആൻഡ് ഓണിൻ്റെ കവചപ്രാശം എന്നാണ് അതിൻ്റെ പേര്. കവചപ്രാശം എന്നുള്ള പേര് തന്നെയുണ്ട്. കവചം അതായത് ഒരു ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷൻ. പ്രാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ശരീരത്തിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു ഭക്ഷണമായിട്ടാണ് ഈ കവചപ്രാശം. അതൊരു പ്രീമിയം വേർഷൻ ഓഫ് ചവനപ്രാശമാണ്. അപ്പം നമ്മൾ ഏതൊരു സാധനം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഏതൊരു സാധനം നമ്മൾ കഴിക്കുമ്പോഴും മാക്സിമം അതിൻ്റെ ഗുണം ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ കവചപ്രാശം എന്നുള്ള പേരിൽ തന്നെ ഞാൻ പറഞ്ഞു, കവചം എന്ന് പറഞ്ഞാൽ ഷീൽഡ്, പ്രാശം ഫുഡ് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? അസുഖം വരുമ്പോൾ കഴിക്കുന്നതാണോ? അല്ല, ഫുഡ് നമ്മൾ എന്നും കഴിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ദിവസവും സേവിക്കാൻ പാകത്തിനുള്ള ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശം. ഇതൊരു രസായന ഫോമിലാണ്. മുഴുവൻ കോശങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ് ഈ രസായന ഫോമിനകത്തുള്ളത്. ഇത് നമ്മുടെ വാർദ്ധക്യം തള്ളി നീക്കാൻ സഹായിക്കുന്നു. ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മളെ ഫിറ്റ് ആക്കുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യ പരിപാലനമാണ് എപ്പോഴും ആയുർവേദം ഫോക്കസ് ചെയ്യണത്. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ ഒരു കവചപ്രാശനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എല്ലാത്തിൻ്റെയും മെഡിസിനൽ എഫക്റ്റ് പോവാണ്ട് ഒരു ലേഹ്യം ഫോമിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു കോമ്പിനേഷനാണത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന നെല്ലിക്കയാണ്. റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ് നമുക്കറിയാം. ഇമ്മ്യൂണിറ്റിയെ ഭയങ്കര അധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഘടകമാണ് നെല്ലിക്ക. ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും വളരെ എഫക്റ്റീവാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഓൾഡ് ഏജ് ഡിസീസിനെ അതായത് വാർദ്ധക്യ രോഗങ്ങളെ നീട്ടിക്കൊണ്ടുപോകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഈ നെല്ലിക്ക കോമ്പിനേഷൻ. പിന്നെ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ബല എന്ന് പറയുന്നത് നമ്മുടെ കുറുന്തോട്ടി. അത് വാതരോഗങ്ങളുടെ അഗ്രഗണ്യം എന്നാണ് പറയുന്നത്. നീർക്കെട്ട്, ജോയിൻറ്റ് പെയിൻസ്, വേദന ഇതെല്ലാം തടഞ്ഞു നിർത്താനായിട്ട് വളരെയധികം സഹായിക്കണ ഒരെണ്ണമാണ് ബല അല്ലെങ്കിൽ കുറുന്തോട്ടി. അതേപോലെ ശതാവേരി കിഴങ്ങ്, അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നീർക്കെട്ട് മാറാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നീർക്കെട്ടിന് നല്ലതാണ് കുവളം. പിന്നെയുള്ളത് അമക്കുരു, അതായത് അശ്വഗന്ധ ബ്രെയിൻ ടോണിക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെസ് ടോളറൻസ് ശക്തിയെ മാനേജ് ചെയ്യാനായിട്ട് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ പറയുന്ന അശ്വഗന്ധ. പിന്നെ ഉള്ളത് നാഗകേസര, അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഫ്രീ റാഡിക്കൽസിനെ ചെറുത്ത് നിർത്താനായിട്ട് വളരെയധികം സപ്പോർട്ടീവാണ്. ഇതൊന്നും കൂടാതെ ഗുഡുച്ചി, ബ്രഹ്മി, പുനർനവ, പിപ്പലി, മഞ്ഞൾ, ഏലക്ക, കറുകപ്പട്ട, കുങ്കുമപ്പൂ, ശർക്കര, 30ലേറെ ഔഷധങ്ങളുടെ ഒരു ശ്രേഷ്ഠമായ ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന കവചപ്രാശം. ഈ ഒരു കവചപ്രാശത്തിന് നിരവധി ഗുണങ്ങളാണുള്ളത്. പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്ക് ബോഡിയുടെ ഒരു പ്രൊട്ടക്ഷനാന്ന് പറഞ്ഞു. പ്രൊട്ടക്ട് ചെയ്യുന്ന ഓർഗാൻസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു സ്കിന്ന്, നമ്മുടെ നോസ്, മൗത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസ്പിറേറ്ററി ഹെൽത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ എല്ലാ രീതിയിലുള്ള വൈറസും ബാക്ടീരിയ ആദ്യം എഫക്ട് ചെയ്യണത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കൂടിയാണ് പെട്ടെന്ന് നമ്മൾ എഫക്റ്റഡ് ആവണത് അല്ലേ. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ വളരെ സ്ട്രെങ്തി ആയിട്ട് വെക്കാനായിട്ട് ഈ കോമ്പിനേഷൻസ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യണം. കുട്ടികൾക്ക് ഒരു സ്പെഷ്യാലിറ്റിയാണിത്. ഇത് കഴിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും അസുഖം വരുന്ന പ്രശ്നങ്ങളൊന്നും ആ കുട്ടികളിൽ കാണാറില്ല. അവരുടെ ഓവറോൾ ഹെൽത്തിനും ഗ്രോത്തിനും വളരെ സപ്പോർട്ടീവാണ്. ഭക്ഷണം പോലെ തന്നെ ദിവസവും കഴിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, ജലദോഷം, പനി ഇതിൽ നിന്നൊക്കെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. കവചം തന്നെയാണിത്. ഒന്നിലധികം ഓർഗാൻസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ലേഹ്യം സഹായിക്കുന്നു. ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യണു, വിശപ്പിനെ കൺട്രോൾ ചെയ്യണു, ജരാനരകൾ ചെറുക്കുന്നു, സ്ട്രെസ് മാനേജ് ചെയ്യണു, ഓർമ്മക്കുറവ് ഇല്ലാണ്ടാക്കുന്നു. ഓവറോൾ നമ്മുടെയൊക്കെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഇൻക്രീസ് ചെയ്യണു. ശരീരത്തിൻ്റെ ഒരു ഓജസ് നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഏത് ഏജിലെ ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. ബേബി ടു ബാബ എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. ഡോസേജ് 1 ടീസ്പൂൺ ട്വൈസ് എ ഡേ ആണ് കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ നമുക്കത് വായിലിട്ട് അലിയിച്ചലിയിച്ച് കഴിക്കുക എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. അതേപോലെ കുട്ടികൾക്ക് ഇത് ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ വെച്ച് കഴിക്കാനും വളരെ നല്ലതാണ്. അതേപോലെ പാലിനകത്ത് കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയോ കുടിക്കാവുന്നതാണ്. ഒറ്റയടിക്ക് നമ്മളൊരു സ്പൂൺ അങ്ങനെ തന്നെ വായിലിട്ട് മെഴുങ്ങണയിലും അത് കുറേശ്ശെ അലിയിച്ച് നമ്മുടെ ഉമിനീരായിട്ട് ചേർന്ന് പോകുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
ഹൈ ഷുഗറുള്ള ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യുക. ബാക്കി എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യമാണ് കവചപ്രാശം. ഇമ്മ്യൂണിറ്റി കൂട്ടാനും രോഗങ്ങൾ എളുപ്പത്തിന് വരാണ്ടിരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഈ പറയുന്ന കവചപ്രാശം. ഇന്നിപ്പോൾ പൊല്യൂഷനൊക്കെ വളരെയധികം അധികമായിട്ട് അലർജിക് ഇഷ്യൂസ് കുറേ ആൾക്കാരിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ അലർജിക് ഇഷ്യൂ മുഴുവൻ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ എഫക്റ്റഡ് ആവുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഏത് മെഡിസിൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഫാമിലിയുടെ ഇമ്മ്യൂണിറ്റി അതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ ഫാമിലിക്ക് വരാണ്ടിരിക്കാൻ ദിവസവും സേവിക്കാവുന്ന, ദിവസവും ഒരു ഭക്ഷണം പോലെ കഴിക്കാവുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ കവചപ്രാശം തോന്നിയിരിക്കുന്നത്. എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.